ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ നോമ്പൊക്കെ തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു മിൽക്ക് ഷേക്കാണ്. ഇത് മാത്രം മതി നമ്മുടെ വയറ് നിറയാനായിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഉള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് തണുപ്പിച്ച പാലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 പൂവൻ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈസൂർ പഴം ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. നേന്ത്രപ്പഴം മാത്രം ചേർക്കരുത്, ബാക്കി എന്ത് പഴം നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഞാൻ പഴമൊക്കെ തോല് കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിത് അത്യാവശ്യം കട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. കട്ടി കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 പഴം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് പാൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബൂസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഏലക്കായ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഞാനിവിടെ 1 കപ്പ് കൂടി പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പില്ല, കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള അടിപൊളി ഒരു ഹെൽത്തി മിൽക്ക് ഷേക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോമ്പ് തുറക്കാനൊക്കെ ഇത് ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.